ചില ആൾക്കാർക്ക് എപ്പോഴും ഇങ്ങനെ എപ്പോൾ നോക്കിയാലും അസുഖം വരും. പക്ഷേ എന്നാലും നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയാലും റൂൾ ഔട്ട് ചെയ്താലൊന്നും ഡോക്ടർ പറയും ഒരു കുഴപ്പമില്ല. എന്നാൽ ഇവർക്ക് എപ്പോഴും അസുഖമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഓരോരുത്തർ പറയാൻ തുടങ്ങും എപ്പോൾ നോക്കിയാലും അസുഖം തന്നെ. എന്നാൽ ഒരു കാര്യം ചെയ്യത്തുമില്ല. എപ്പോഴും ചുമ്മാ ഇങ്ങനെ ആ രോഗം ഈ രോഗം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നോളൂ എന്നൊക്കെ പലരും പരാതി കേൾക്കാറുണ്ട്. അതിൻ്റെ പലപ്പോഴും ഉള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെൻ്റലി നമ്മൾ ഓക്കെ അല്ലെങ്കിൽ എന്ത് നെഗറ്റീവ് ഫീലിംഗ് ആണെങ്കിലും ആയിക്കോട്ടെ, ഇപ്പോൾ ചിലപ്പോൾ ലൈഫിനോടുള്ള ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കാം, ഒരു നൈരാശ്യമായിരിക്കാം, അല്ലെങ്കിൽ ആരോടെങ്കിലും ഉള്ളൊരു ദേഷ്യമോ വൈരാഗ്യമോ ആയിരിക്കാം. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കുറേ നാൾ ഹോൾഡ് ചെയ്ത് കൊണ്ട് നടക്കുകയാണെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ബോഡിയിൽ വരാൻ തുടങ്ങും. ഇങ്ങനെയുള്ള അസുഖം പലപ്പോഴും പെയിൻ ആയിട്ടായിരിക്കും വരുന്നത്. നമുക്ക് എപ്പോഴും കൂടുതൽ വേദനകളായിരിക്കും, മസിൽ പെയിൻസ് ആയിരിക്കും, കാല് വേദന, കഴുത്ത് വേദന, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ നമ്മളതിൽ റിഫ്ലക്റ്റ് ആയി വരാറ്. പിന്നെ സൈനസ് ഇൻഫെക്ഷൻസ്, മൂക്കടപ്പ്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ കാരണം വരുന്നത്. പിന്നെ ഇത് കുറേ നാൾ കൊണ്ട് നടന്നാൽ ക്യാൻസർ വരെ ഡെവലപ്പ് ആവാൻ സാധ്യതയുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് ഹോൾഡ് ചെയ്ത് നടക്കുക എന്നുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് മാറണമെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് നടക്കുന്ന ആ ഒരു നെഗറ്റീവ് ഫീലിംഗ് എന്താണോ അത് നമ്മളുടെ അടുത്ത് നിന്ന് റിലീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു രോഗശാന്തി അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ.